നമസ്കാരം. നമസ്തേ. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലേ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഡൽഹി പോലീസ് FIR ഇട്ടിരിക്കുകയാണ്. കുറ്റം പ്രധാനമന്ത്രിയെ അപമാനിച്ചു, പ്രധാനമന്ത്രിക്കെതിരെ വളരെ മോശമായി സംസാരിച്ചു, ഭീഷണി, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഇരിക്കട്ടെ, അതായത് 192/356 ബ്രാക്കറ്റിൽ 2 ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന മീഡിയ വണ്ണിലെ മാധ്യമപ്രവർത്തകനെതിരെയാണ്. പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിച്ചു. അതായത് നോട്ട് നിരോധനം നടത്തിയ ചാണകത്തലയിൽ ഉദിക്കുന്ന ബുദ്ധി എന്നൊക്കെ പറഞ്ഞാണ് അയാൾ ആക്ഷേപിച്ചത്. സത്യത്തിൽ നമ്മളിതിൻ്റെ 2 ഭാഗവും ചിന്തിക്കണം. അങ്ങനെ കേസെടുക്കുന്നത് പൂർണ്ണമായിട്ടും ശരിയാണോ? ഒരു മാധ്യമപ്രവർത്തകന് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലേ? അത് അങ്ങനെ കരുതി ക്ഷമിക്കാമായിരുന്നില്ലേ? ഇതെന്തുകൊണ്ടാണ് ഈ ഡൽഹി പോലീസ് തന്നെ ഈ കേസെടുത്തത്? ഡൽഹി പോലീസ് കേസെടുത്ത് ഡൽഹിയിലാണ് പരാതി കിട്ടിയത്. കേരളത്തിൽ പരാതി കൊടുത്താൽ കേരളത്തിലെ പോലീസ് കേസെടുക്കാറില്ല. മാധ്യമപ്രവർത്തകർക്കെതിരെ അങ്ങനെ കാര്യമായി കേസെടുക്കാറില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുകൂലികൾ, മീഡിയ വണ്ണിൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ളവർക്കൊന്നും കേസെടുക്കാറില്ല. വലതുപക്ഷക്കാരെങ്കിലും ആണെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ അങ്ങനെ ഒരു കേസിലേക്ക് സ്കോപ്പുള്ളൂ കേരളത്തിലെ അവസ്ഥ വെച്ചിട്ട്. പിന്നെ ഇവിടെ കേസ് എടുക്കാമോ, അത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം തീർച്ചയായും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ അഭിപ്രായം മറ്റുള്ളവരെ മോശക്കാരായും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന രീതിയിലാകരുത് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇത്തരത്തിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ചാണകത്തലയൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ അടുത്ത കാലങ്ങളിൽ ജിമ്മിയെ നമുക്കറിയാം, ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന സാധാരണ ഒരു ആങ്കറായിരുന്നു ജിമ്മി. അവിടെ നിന്ന് ജിമ്മി പെട്ടെന്ന് നേരെ റിപ്പോർട്ടർ ചാനലിലേക്ക് പോകുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ പാനലിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടുപ്പ് കൂട്ടി ചർച്ച ഉണ്ടാക്കുന്നു. ആ ചർച്ചയിലിരുന്ന് ആരെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൂടി അതിലുണ്ട്. സോഷ്യൽ മീഡിയ ആരെങ്കിലും പറയുന്ന വാചകമൊക്കെ എടുത്ത് അവരിവരെ മലർത്തിയടിച്ചു, ഇവരവരെ മലർത്തിയടിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം സ്വത്വം മറന്നു പോകുന്നുണ്ടോ എന്ന സംശയം എനിക്ക്. ഒരു മാധ്യമപ്രവർത്തനത്തിന്റെ ശൈലി സംസ്കാരം, നമ്മൾ എത്രത്തോളം ഒരാളെ പറയാം, ഒരു വ്യക്തിയെ എത്രത്തോളം പറയാം, അല്ലെങ്കിൽ എന്ത് വിഷയത്തിൽ പറയാം എന്നുള്ളത് പ്രധാനപ്പെട്ട. വിമർശിക്കാം, തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, പക്ഷേ ആക്ഷേപിക്കാൻ പാടില്ല. എന്തെങ്കിലും അദ്ദേഹം ഇപ്പോ നമുക്ക് ഭരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഭരണപരമായ കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ട് ചൂണ്ടിക്കാട്ടാം, അതൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ നോട്ട് നിരോധനം അബദ്ധമായി എന്ന് പറയുന്ന ഏക വ്യക്തി എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകരാണെങ്കിലും അത് വളരെ ഉണ്ടെങ്കിലും പോലും മീഡിയ വണ്ണിന്റെ അവിടെ ഇരുന്ന് അത് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മീഡിയ വൺ ചാനലിനാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പൊതുവെ ഈ നോട്ട് നിരോധനം എന്ന പ്രക്രിയയോട്, അല്ലെങ്കിൽ ആ ഒരു സംഗതിയോട് വലിയ എതിർപ്പുമുണ്ട്. അതിൽ മീഡിയ വണ്ണിന് വളരെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട തരത്തിൽ, മീഡിയ വൺ മാത്രമല്ല ഒരു വിഭാഗത്തിന് എന്നുള്ളതാണ്. കാരണം അവരാണല്ലോ ഈ കള്ള ഇടപാടുകളും കള്ളപ്പണവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഒരു അവർക്ക് വലിയ തിരിച്ചടിയായി ആ മാധ്യമ സ്ഥാപനം എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെയും മീഡിയ വണ്ണിനെ കുറച്ചു നേരം നിരോധിച്ചിരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മീഡിയ വണ്ണിനെ നിരോധിച്ചിരുന്നു. മീഡിയ വണ്ണിന്റെ പേപ്പറുകളെ സംബന്ധിച്ചുള്ള രവിശങ്കർ പ്രസാദ് നമ്മുടെ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായിരുന്ന സമയത്താണ്. അപ്പോൾ അത് വലിയ രീതിയിൽ ദോഷം ചെയ്തു. പിന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ എപ്പോഴും ഇപ്പം ഡൽഹിയിലൊക്കെ കേസ് വന്നാൽ അവരൊരു കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തനം നേരത്തെയും തീവ്രവാദ പ്രവർത്തനം അടക്കമുള്ളവ ചെയ്ത് പിടിയിലായ ചരിത്രമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് എത്രമാത്രം ഒരാളെ വിമർശിക്കാം, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് എത്രമാത്രം രാഷ്ട്രീയമാകാം, ആ രാഷ്ട്രീയം എവിടെ വരെയാകാം എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം, പക്ഷെ അവരുടെ എന്നുള്ളതാണ് ഇവിടെ. എനിക്ക് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആ വിമർശനം അതിൻ്റെ അതിര് കടക്കരുത്, മര്യാദയുടെ ഭാഷ കൈവിടരുത്, ഏറ്റവും സഭ്യമായ രീതിയിലായിരിക്കണം ഞാൻ ആ വാർത്ത കൊടുക്കേണ്ടത്. അല്ലാതെ ഞാൻ ഈ പറയുന്നത് പോലെ ചാണകത്തലയനെന്നും മരത്തലയനെന്നും ഒക്കെ വിളിച്ച് രാജ്യത്തിന്റെ ഭരണാധികാരികൾ, അത് പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, അവരെ ഒന്നും ആക്ഷേപിക്കുന്നത് ശരിയല്ല. പക്ഷേ എങ്കിലും മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പരിപാടിയിലാണ് നിരന്തരമായി ഇപ്പോൾ സാധാരണ നമുക്കറിയാം മീഡിയ വണ്ണിന് നേരത്തെ പത്രം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ട് മാധ്യമം ദിനപത്രം പുറത്ത് കാണിക്കുന്നതല്ല അകത്തെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ചാനലിൻ്റെ ഒരു അഭിപ്രായം പറയുന്ന, അല്ലെങ്കിൽ ചാനലിൻ്റെ എഡിറ്റോറിയൽ, ഇപ്പോൾ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്ന പോലെ ചാനലിൻ്റെ ഒരു അഭിപ്രായം പുറത്തു വരുന്നത് ഈ ഔട്ട് ഓഫ് ഫോക്കസ് പോലുള്ള പരിപാടിയിലൂടെയാണ്. നിരന്തരം വർഗീയ
വിഷം കലർത്തിയ പ്രസ്താവനകളിലൂടെ ഉണ്ടാകുന്നുണ്ട്. നിരന്തരം സംഘപരിവാർ BJP നേതാക്കളെ ആക്ഷേപിക്കുന്നുണ്ട്. മറ്റുള്ളവരെ ആരും ഇട്ട് ആക്ഷേപിക്കുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രധാനമന്ത്രിയെ തന്നെ അത്തരത്തിൽ അവമാനിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡൽഹി സ്വദേശിയായ സന്ദീപ് എന്ന് പറയുന്ന മലയാളി, പ്രസന്നൻ പിള്ള രണ്ടുപേരാണ് അവരുടെ ഡൽഹി സ്പെഷ്യൽ പോലീസിന് പരാതി നൽകുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ പരാതി എടുത്തിട്ടുള്ളത്. 45 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷെ പരാതി എടുക്കാനുള്ള കാലതാമസം ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കലാപത്തിന് പ്രേരിപ്പിക്കൽ, അപകീർത്തിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ. യഥാർത്ഥത്തിൽ ചാണകത്തലയൻ എന്ന ഒരു പ്രധാനമന്ത്രിയെ വിളിക്കുമ്പോൾ ആ പ്രധാനമന്ത്രിയെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരും തീർച്ചയായും പ്രതികരിക്കും. അതൊരു വലിയ കലാപത്തിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഈ 2 വകുപ്പുകളും ഈ കേസിൽ നിലനിൽക്കുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ഡൽഹിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ ഡൽഹി പോലീസിന്റെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. ഏതായാലും ഇത്തരത്തിൽ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അത് മര്യാദയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ പിണറായി വിജയന്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളോട്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യത്തോടൊക്കെ എതിർപ്പുള്ള ആളാണ് ഞാൻ. അപ്പോഴും ഞാൻ മോശമായ ഭാഷ ഉപയോഗിക്കില്ല. അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അത് എന്റെ മാധ്യമപ്രവർത്തനത്തിൽ മര്യാദ എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ എന്ന വ്യക്തിയെ ബഹുമാനിച്ചില്ലെങ്കിലും നമ്മൾ ഇകഴ്ത്തരുത്. കാരണം ഈ അദ്ദേഹം മുഖ്യമന്ത്രിയാണോ അല്ലയോ എന്നുള്ളതൊന്നുമല്ല. അദ്ദേഹം ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യനെയും നമ്മൾ മോശമായി, വളരെ നികൃഷ്ടമായി സംസാരിക്കരുത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ള ഒരു പദവിയിൽ ഇപ്പോഴും തുടരുന്ന ആളാണ്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാതെ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെ പോലെ ഈ വായ്പോയ കോടാലി ആകാൻ പാടില്ല. മാധ്യമപ്രവർത്തകർക്ക് രാഷ്ട്രീയമാകാം, പക്ഷെ അതായത് അവരുടെ വാർത്തകളിൽ കലരരുത് എന്നുള്ളതാണ്. പക്ഷെ അത് നിർഭാഗ്യവശാൽ അതല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനലുകൾ കാറ്റഗറൈസ് ചെയ്ത് പുതിയ ആൾക്കാരെ അങ്ങനെ സൃഷ്ടിക്കുക പോലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സംഘപരിവാർ അനുകൂലി അല്ലാത്തവരെ സംഘപരിവാർ അനുകൂലികളായി അവതരിപ്പിക്കുന്നു, CPM അനുകൂലികളല്ലാത്തവരെ CPM അനുകൂലികളായി അവതരിപ്പിക്കുന്നു. അപ്പോൾ അതൊരു ചാനലിന്റെ കൂടി അജണ്ടയായി മാറുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം ചില വ്യക്തികൾ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ അത് വ്യക്തികളുടെ അജണ്ട ആയിരുന്നെങ്കിൽ ഇന്ന് അത് ചാനലിന്റെ അജണ്ടയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ഫാൻ ബേസ് ഉണ്ടാവുകയും കയ്യടി കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള തീർച്ചയായും തീഹാർ ജയിലിലേക്ക് പോകാനുള്ള വഴി. അവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യവും ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. പക്ഷെ എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ പ്രധാനമന്ത്രി, നമുക്കറിയാം ഈ മീഡിയ വണ്ണിനെയും ഏഷ്യാനെറ്റിനെയും കുറെ മണിക്കൂറുകൾക്കെങ്കിലും അവർക്ക് ബാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ പ്രധാനമന്ത്രി അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അത് മാറ്റിക്കൊടുത്തു. മാത്രമല്ല അത് വളരെ എന്താണോ അതിന് കാരണമായത് ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം അതിൻ്റെ പുറത്തൊരു ചർച്ച വേണ്ട, ഒരിക്കലും മാധ്യമങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാൻ ഈ സർക്കാർ തയ്യാറല്ല എന്നൊരു സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. മാത്രമല്ല ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് എനിക്ക് തോന്നുന്നു ഡൽഹിയിലും മാധ്യമപ്രവർത്തകരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു BJP നേതാവായിരുന്നു നരേന്ദ്രമോദി. ഒരു കാലത്ത് അദ്ദേഹത്തെ വേട്ടയാടിയതിനു ശേഷം അദ്ദേഹത്തെ 2002 ശേഷം അദ്ദേഹത്തെ പുറകെ നടന്ന് ദ്രോഹിക്കുകയായിരുന്നു മാധ്യമങ്ങൾ, ഒരു കൂട്ടം മാധ്യമങ്ങൾ. ആദ്യമൊക്കെ അദ്ദേഹം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല, കുറച്ചൊക്കെ അദ്ദേഹം അതിൻ്റെ വഴിക്ക് വിട്ടു. പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സീമ ലംഘിച്ചു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് വലിയ അകലം, ഇപ്പോഴും അദ്ദേഹം ആ അകലം പാലിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യമാണ്, ഒരു നരേന്ദ്രമോദി ഈ വിഷയം അറിയുകയാണെങ്കിൽ അദ്ദേഹം ഒരു പക്ഷേ ഇപ്പം അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, അദ്ദേഹം ഇതിനകത്ത് തലയിട്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ കേസും മറ്റുമൊക്കെ ഒരാൾ പരാതി ഉന്നയിച്ച പരാതിയുണ്ട്, ആ പരാതി നിലനിൽക്കും. തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് പോലും അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല. അയാൾക്ക് പരാതിയുണ്ട്, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയെ, രാജ്യത്തിന്റെ തലവനാണ്, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നു എന്ന് പരാതിയുണ്ട്. മാത്രമല്ല രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്യമായി പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനം സത്യസന്ധമായി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഈ വകുപ്പ് അനുസരിച്ച് എത്ര വർഷം വരെ ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട്? അങ്ങനെ ഏതായാലും 3 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുള്ള വകുപ്പുകളാണ് ചാർജ് ചെയ്തിട്ടുള്ളതെന്നാണ്. തീർച്ചയായും ജിമ്മി ജെയിംസ് ഒന്നുകിൽ ജാമ്യം എടുക്കേണ്ടി വരും, ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഡൽഹി പോലീസിൽ തന്നെ, ഡൽഹി ഹൈക്കോടതിയിൽ തന്നെ ആയിരിക്കും ആദ്യം മൂവ് ചെയ്യേണ്ടി വരുന്നതെന്ന് തോന്നുന്നു. ഡൽഹിയിലാണ് കേസുള്ളത് എന്നുള്ളതുകൊണ്ട് അതിനുശേഷം മുൻകൂർ ജാമ്യത്തിന് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴും
അഥവാ ജാമ്യം നിഷേധിച്ചാൽ ജയിലിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യം ഉണ്ടാകും. കാരണം ആ വകുപ്പുകൾ അത്ര ഗുരുതരമായ വകുപ്പുകളാണ്. തീർച്ചയായും അത് കലാപം ഉണ്ടാക്കാനുള്ള വകുപ്പ്. കാരണം നരേന്ദ്രമോദിയെ പോലൊരു നേതാവ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് വലിയ കലാപത്തിലേക്ക് പോലും നയിക്കാവുന്ന ഒരു പരാമർശമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത്തരത്തിൽ ആക്ഷേപിക്കാൻ ഒരു മാധ്യമപ്രവർത്തന അധികാരമൊന്നുമില്ല. നമുക്ക് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ വിയോജിക്കാനുള്ള അവകാശം നിലനിൽക്കുമ്പോഴും ഒരാളെ പ്രധാനമന്ത്രിയെ പോലുള്ള ഒരാളെ വ്യക്തിപരമായി ആക്ഷേപിക്കാനും ആരെയും തന്നെ പ്രധാനമന്ത്രി മാത്രമല്ല ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനും അങ്ങനെ പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയെങ്കിലും മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് മര്യാദയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് മാധ്യമപ്രവർത്തനം. അത് സത്യസന്ധമായി അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ചു പറയാനുള്ളതല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം കാര്യമാത്ര പ്രസക്തമായി മാന്യമായി മര്യാദയോടുകൂടി അവതരിപ്പിക്കാനുള്ളതാണ് അഭിപ്രായ സ്വാതന്ത്ര്യം. കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളതാണ്, അഭിപ്രായം അവതരിപ്പിക്കാനുള്ളതാണ്. ആ സ്വാതന്ത്ര്യം ഇപ്പോഴും ഈ രാജ്യത്തുണ്ട്. അതാരുടെ സ്വാതന്ത്ര്യത്തിലും ആരും കത്തിവെച്ചിട്ടില്ല. അതങ്ങനെ തന്നെ നിലനിൽക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം അധികാരമേറ്റ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭേദഗതി കൊണ്ടുവന്ന് നിയമം മാറ്റി എഴുതിയ ആളാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടി ആയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്തോ ഒരു കൊമ്പ് കൂടുതലുണ്ട് എന്നൊരു തോന്നലുണ്ട്. അതങ്ങനെ ഒന്നുമില്ല എന്ന് കൃത്യമായിട്ട് തെളിയാൻ പോകുന്ന ഒരു സംഭവമാണ്. അത് ഒരു തവണ മനസ്സിലാക്കിയതാണ് സിദ്ദിഖാപ്പൻ്റെ കേസ്. അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയെയോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരെ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ നമുക്ക് ആരും അധികാരം തന്നിട്ടില്ല. അതിനുള്ള അവകാശം നമുക്കില്ല, അതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കില്ല. സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്തും ചെയ്യാനുള്ളതല്ല, മര്യാദയ്ക്ക് ജീവിക്കാനുള്ളതാണ്, മര്യാദയ്ക്ക് സംസാരിക്കാനുള്ളതാണ്. അല്ലാതെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഭാരതീയ ന്യായ സംഹിത അതിൻ്റെ ശരിയായ രൂപം പുറത്തെടുക്കും. അതിൻ്റെ പുറകെ തൂങ്ങേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഏതായാലും ജിമ്മിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നല്ല നമസ്കാരം.